സഹായിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് വശമാണ്. ഒന്ന്, ഞാൻ എന്തുകൊണ്ട് വിജയിച്ചില്ല, പുറത്തിറങ്ങിയതിനു ശേഷം ഇത്രയും ആരാധകർ തനിക്ക് ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് മനസ്സിലിട്ടുകൊണ്ട് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ താങ്കൾ അനുഭവിച്ചു. ആ വിജയം പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല എന്നത് ഒരു വശം. രണ്ട്, എനിക്ക് തോന്നുന്നു ആ ചാനലിൽ നൽകിയ ഒരു വൈറ്റിലാണ് തോന്നുന്നു താങ്കൾ ചിരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ, അതല്ലേ, അങ്ങനെയാണ് ഒരു സൈബർ അറ്റാക്ക് ഇപ്പോൾ വലിയ തോതിൽ നേരിടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ആരാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. സൈബർ അറ്റാക്കുകൾ നേരിടുന്ന ആളുകൾ ഇപ്പൊ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾക്ക് ഏറിയും കുറഞ്ഞൊക്കെ ആയിട്ട് സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരിക്കും. സൈബർ അറ്റാക്ക് വരുന്ന ആളുകൾ ആ ഐഡികൾ ഏതൊക്കെയാണെന്ന് കുറച്ച് ഐഡികളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് സൈബർ സെല്ലിൽ പോകണം. അപ്പൊ ഒന്ന് രണ്ട് ആളുകളെയൊക്കെ പിടിക്കുമ്പോൾ അവർക്ക് മാക്സിമം പണിഷ്മെന്റ് കിട്ടുമ്പോൾ അത് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളിൽ ആ ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇന്റൻസിറ്റി കുറയും. അതുപോലെ തന്നെ വേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഇതിനെ ബോധവൽക്കരണം നടത്തണം. ആർക്കും എങ്ങനെയും ഒരു ഐ ഡി ഉണ്ടാക്കി അതിലൂടെ മറ്റുള്ള ആളുകളെ ഡിഫൈൻ ചെയ്യാവുന്ന രീതിയിൽ എന്തും എഴുതാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് മാറേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും മറ്റുള്ള ആളുകളെ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും. അതിന് ഏതറ്റം വരെ പോകുന്ന ആളുകളും ഉണ്ട് എന്ന് അറിയുമ്പോൾ താനെ മടക്കോളൂ. ഓക്കെ, അപ്പോ താങ്കൾക്കെതിരെ നെഗറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇതിലിപ്പോ ആ ഷോയിലേക്ക് കയറുന്ന സമയത്തും ഇറങ്ങി കഴിഞ്ഞിട്ടും താങ്കൾ ഇപ്പോൾ ഒരു എഴുത്തുകാരാണെങ്കിൽ ഒരു വേദി വരെ വന്നു നിൽക്കുകയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ പല പരാമർശങ്ങളും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നോ? അതിന് ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. അത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് കയറുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡിവോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പല കാര്യങ്ങളും പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു വേദി കൂടിയാണ് എനിക്ക് ബിഗ് ബോസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളിൽ ചെന്ന കാര്യങ്ങൾ പിന്നീട് മാറി മറിയുന്നതാണ് കണ്ടത്. പിന്നീട് പല വേദികളിൽ എത്തിയിട്ടുണ്ടെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ എന്താണ് അത് ചെയ്യാനത്? എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അത് എൻ്റെ അവിടെ ഒരു ജെനുവിനായിട്ട് നിന്നിട്ട് കറക്റ്റായിട്ട് ചെയ്ത ആളാണ് ഞാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരിക്കുന്നത് ഞാനാണ്. അല്ലേ? സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. ഇപ്പോൾ ഒരു സ്ത്രീവിരുദ്ധനാണ് എന്നുള്ളൊരു ടാഗ് തലയിൽ വീണിട്ടുണ്ടായിരുന്നു. സ്ത്രീവിരുദ്ധൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുരുഷ വിരോധി എന്ന് വെച്ചാൽ പുരുഷന്മാരെ ഇഷ്ടപ്പെടേണ്ട, അവരെ